എന്തെങ്കിലുമൊക്കെ പറ. എന്താണ് പറയാനുള്ളത് ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച്? ഇത് നമ്മുടെ ഫെയർവെല്ലാണ്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ ഇതിൽ മെൻഷൻ അടിക്കാം, അപ്പോൾ അതിൽ കയറി ഇൻസ്റ്റയിൽ ഫോളോ അടിച്ചോളൂ. എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. എൽദോസിന്റെ കുറച്ച് ഇതൊക്കെ ഷോ ആദ്യത്തിന് പ്രത്യേകിച്ചൊന്നും പറയില്ല. ആദ്യത്തിന് നാളാണ് ഇവിടെ. നിനക്ക് എന്താണ് പറയാ? എല്ലാവർക്കും നാളാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തോടുകൂടെ നമ്മുടെ ലാസ്റ്റ് ദിവസമാണ് അല്ലേ? എനിക്ക് മാത്രം നാളില്ലാത്തുള്ളൂ. ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ദിവസം. പിന്നെ നമ്മൾ ഇനി ഇങ്ങോട്ട് വരില്ല. അതാണ് നമ്മുടെ ട്യൂഷൻ ക്ലാസ് ആറ്റത്ത്. അപ്പോൾ അപ്പൊ നീ വരാണ്ട് ലക്ഷ്മി. ഓക്കെ, അപ്പൊ രണ്ടുപേരോട് വരാണ്ട്. രണ്ടുപേരോട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിപാടി തുടങ്ങാൻ. ഓക്കെ, അപ്പൊ അവർ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പൊ 4 മണിക്ക് വരാൻ പറഞ്ഞതാണ്. കൃത്യനിഷ്ഠതയുള്ള പിള്ളേരായത് കാരണം. ഓക്കെ, അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. എന്തോ പറയാണ്ടെന്ന് പറ. എന്താ പറയാളെ? ലൈക്ക് ചെയ്യാ, ഷെയർ. നീ എന്തെങ്കിലും പറയാൻ ഇവരൊന്നും ഇങ്ങനെയല്ല കേട്ടോ. അപ്പൊ ഹാപ്പി പറഞ്ഞിരിക്കുന്നത് ലൈക്ക് ചെയ്യാനാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് കാണിച്ചു കൊടുക്കുക? നമുക്കിന്ന് ഇവിടെ ഉള്ളത് കേക്ക് കഷ്ണമാണ്. കേക്ക് ഉണ്ട്, ചോക്ലേറ്റ് കേക്ക്, പിന്നെ അടക്കാനത്തിൽ ഇതാണ്, പിന്നെ പാൽ സർബത്ത് 2 കുപ്പി ഉണ്ട്. 2 കുപ്പി ഇത്തിരി കുറവാണ്. പിന്നെ ഇതൊരു സംഭവമാണ്, നമുക്ക് കാണിച്ചു തരാം. പിന്നെ ഇത് ലോട്ടി ചോക്കോപ്പായി ഒരു കഷ്ണൻ്റെ ചാട്ടം കട്ട്ലൈറ്റ്. കട്ട്ലേറ്റ്. അയ്യോ, 2 കിട്ടിയില്ല. ചേട്ടനെടുക്കാൻ നോക്കി. ചേട്ടാ എന്ത് കണ്ടാലും ഫ്രീ ആയിട്ടൊന്ന് കിട്ടിയാലും ആളെടുത്ത് തിന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. അപ്പൊ ഇപ്പോഴും നേഹിനി എത്തിയിട്ടില്ല. അപ്പോഴും 4:45. നേഹിനി ഇനി എത്തിയില്ലെങ്കിൽ നമ്മൾ അവരുടെ കട്ട്ലേറ്റ് കൂടിയും കഴിക്കുന്നതായിരിക്കും അല്ലേ? ഫുഡ് നമുക്ക് പറ്റിക്കുന്നില്ല. നമ്മൾ സാറിന് ഗിഫ്റ്റ് കൊടുക്കുക പോണ സാർ. പൊന്തിച്ചുടി 1000 രൂപയ്ക്കാണ് മേടിച്ചത്. അതാണ് ഇവരുടെ കഴിവ്. എവിടെ മേടിച്ചാ? ശരി, ടൈറ്റനിൽ മേടിച്ചത്. ടൈറ്റനിന് നല്ല വിലയാണ്. അത്ര വില നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. വലുതാകുമ്പോൾ നമ്മുടെ റിച്ചാകുമ്പോൾ മേടിച്ചു കൊടുക്കാം. പിന്നെ എന്നെ ഓർത്തോളം, ഞാൻ വലുതാകുമ്പോൾ ഒരു ഫുട്ബോൾ പ്ലെയർ ആകാൻ പോകുന്ന വ്യക്തിയാണ്. നീയോ? ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടില്ല. പ്രത്യേകിച്ച് തീരുമാനമൊന്നുമില്ല. ഇവന് എന്തെങ്കിലാവും, എന്തെങ്കിലുമൊക്കെ നമ്മൾ ആയിത്തീരും. എങ്ങനെയും പഠിച്ച് എന്തെങ്കിലും എത്തണം. ഞാൻ പക്ഷേ ഫുട്ബോൾ കളിച്ച് പ്ലെയറോ എൻ്റെ വാക്കാണ്. ഈ വീഡിയോ നോക്കി വെച്ചോ. വലുതാവുമ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ആവശ്യത്തിന് വരുമ്പോൾ കേക്ക് കിട്ടാം. എത്ര മണി സമയം? ഇവരുടെ ഭാഷയിൽ ഇപ്പൊ 4 മണി ആയിട്ടുള്ളൂ കേട്ടോ. ഇവർക്ക് ഇപ്പൊ 4 മണി ആയിട്ടുള്ളൂ. എവിടെ എത്ര മണി? 4 മണി ആയിട്ടുള്ളൂ അല്ലേ? 4 മണി ആയിട്ടുള്ളൂ അല്ലേ? ഗിഫ്റ്റ് കൊടുക്കാൻ ഒരിക്കലും സമ്മാനം വാങ്ങിക്കാത്ത ആളാണ്. കഷ്ടപ്പെട്ട്
അവൾ പഠിച്ചിട്ടില്ല. ശരി. അങ്ങനെ മാഷ് അനുവാദം ഒരു ചെറിയൊരു മാറ്റം കഴിഞ്ഞതിനും അടുത്ത വർഷമാണ് കുട്ടികളൊന്നും കൊടുത്ത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അത്രയുണ്ടാവും. വേറെ പരിപാടികളൊന്നും സമ്മതിക്കാറില്ല. പക്ഷേ പ്രാവശ്യം എന്ത് പറ്റിയെന്ന് ഞാൻ ചിന്തിച്ചു. അതായത് അപ്പോൾ എന്താ പറ്റിയെന്ന് മാഷക്കും വൃത്തിയായിട്ട് അറിയില്ല. എന്തോ ഒരു മാഷങ്ങനെ യെസ് എന്ന് പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ അത് ചിന്തിച്ചാണ്. പിന്നെ എന്തോ അതായത് നിങ്ങളോട് വാക്ക് പറഞ്ഞു പോയില്ലേ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. Better luck next time. Okay, അവർക്കാണോ? Congratulations. Okay. Jackpot. സമയം നല്ലതാണ്. നമ്മുടെ ഫെയർവെൽ അവസാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഫെയർവെൽ? എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഫെയർവെൽ? ഫുഡ് തന്നെ വളരെ നന്ദി. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഫെയർവെൽ? ഗനിയ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഫെയർവെൽ? എൽ ജോസ് പറയുകയാണ് ഇന്നത്തെ ഫെയർവെല്ലിന്റെ മെയിൻ. ആൽഫിൻ നല്ല പരിപാടി. എല്ലാവർക്കും നല്ലൊരു. അപ്പൊ ഇതാണ് നമ്മുടെ ക്ലാസ്. ഇനി നമുക്ക് കണ്ടോ, ഇതാണ് നമ്മുടെ ക്ലാസ്. ഇതാണ് ഗൈസ് നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിലേക്കുള്ള ചവിട്ടുപടികൾ. ഇവിടെയാണ് ഗൈസ് നമ്മള് ചെരുപ്പൂരിടുക. ഈ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ദിസ് ഈസ് വായനശാല. ഇതാണ് വില്ലടത്തെ വായനശാല. വായനശാലയുടെ മുകളിലാണ് നമ്മുടെ ട്യൂഷൻ ക്ലാസ് ഗൈസ്. ഇവിടെ എല്ലാവിധ പത്രങ്ങളും ഉണ്ടാവും. ഇവിടുന്ന് ഇവരിങ്ങനെ ഇറങ്ങി വരുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഇത് ഏതത് കണ്ണാവി. ഇവിടെയാണ് ആൾക്കാർ വന്നിരുന്ന് പത്രം വായിക്കുക. വാവ്, ഇതാണ് ഗൈസ് മിറർ. മിറർ വി യൂസ് ദിസ് ആസ് എ മിറർ അല്ലേ? യെസ്, ഞങ്ങൾ സൗന്ദര്യം നോക്കുന്ന മിറർ. പിന്നെ അപ്പുറത്ത് ബംഗാളികളാണ്, ബംഗാളികൾ. അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അവരൊക്കെ പോയി.
അപ്പൊ നമ്മളും കൂടി പോവാണല്ലോ. ഇവളുടെ അച്ഛനൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. Bye.